നല്ല അടിപൊളി വ്യൂ ആണ് മച്ചന്മാരെ. എന്താ അല്ലേ, എന്തായി കാണുന്ന വ്യൂ. ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ഈ എന്താണ് ഈ ഒരു റിവർ സൈഡിൽ നമ്മൾ വന്ന് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് അടിക്കാന്ന് എന്ന് വെച്ചാൽ സ്റ്റിച്ചിനെ കളറൊന്ന് ചേഞ്ച് ചെയ്യും. അപ്പം നമ്മളെ വ്യൂ ആണ് കാണുന്ന ഗൈസ്. എന്താ അല്ലേ, അടിച്ച് പൊളിച്ച വ്യൂ ആണ് ഗൈസ്. ഈ റിവറും നമുക്ക് വേറൊരു സൈഡ് ഉണ്ടായിരുന്നു, അവിടെ ഇപ്പോൾ അടിപൊളി വ്യൂ ആണ് ഗൈസ്. എന്താ അല്ലേ, പിന്നെ ഞാൻ വേറൊരു സൈഡും കൂടി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ വ്യൂ. എന്താ അല്ലേ, മൂടിക്കിട്ടിയ അന്തരീക്ഷണം, അതേപോലെ ഒരു മിസ്റ്റും ക്ലൗഡും രണ്ടും കൂടി ഉള്ളൊരു ഫൈറ്റായിട്ടുള്ളൊരു മിക്സഡ് കളറായിട്ടാണ് വന്നേക്കണത് ഗൈസ്. മൗണ്ടൻ മൂടിക്കിടക്കുകയാണ് നമ്മുടെ ഹെഡ് ഭാഗം. ഹെഡ് ലെയർ മൂടി അങ്ങോട്ട് കിടക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്തും കൂടി കയറിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ റിവറ്. ഈ റിവർ നമുക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും MWL, അതായത് നമ്മുടെ മാക്സിമം വാട്ടർ ലെവലാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം അതാണ്. നമുക്ക് ഈ കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷണം ഞാൻ സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഇതാവില്ല. അപ്പോൾ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ ഞാൻ ഇതാണ് നമ്മുടെ മൗണ്ടൻ്റെ ടോപ്പ് ലെയർ. നമ്മൾ ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലഭാഗം, അതിൻ്റെ ഒരു തലഭാഗത്തിൻ്റെ ഒരു ഇതിലാണ് ആ ഒരു മിസ്റ്റും ക്ലൗഡും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂടി കിടക്കണത്. എന്തായാലും നമുക്ക് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതെനിക്ക് ഇവിടത്തോളം എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ പോകുന്നത്. അപ്പം അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഇതിൽ നിൽക്കില്ല. അതേപോലെ എന്താണ് ഇത്രയേ ഉള്ളൂ നമുക്ക്. പിന്നെ ഞാൻ വേറൊരു വ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ നടന്നു പോയിട്ട് കാണിച്ചു തരാം. അത് ഞാൻ കുറേ നേരമായി പറയണു. എന്തായാലും നിങ്ങൾക്ക് ചിലവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും MWL അല്ലേ, സോറി ഇവിടെയാണ് MWL. ആ കാണുന്ന ഇതിൽ നല്ല രസമായിരിക്കും. കാരണം നമുക്കതിൽ അത് എഴുതിയേക്കുന്നത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാട്ടർ ലെവൽ ഇതൊക്കെ അപ്പോൾ നമ്മൾ മൂടിക്കിടക്കുന്നതാണ് അതിൽ പറയണത്. ഈ ഒരു ഏരിയ ഫുള്ള് കവേർഡാണ് ഇപ്പോൾ. അപ്പം എന്തായിരിക്കും സ്ഥിതി അല്ലേ, അടിപൊളിയാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് നമ്മളിപ്പോൾ MWL അതിൻ്റെ ഇതിൽ നിന്നപ്പോൾ ഈ ഡാമിൻ്റെ പേരാണ് നമ്മൾ മലമ്പുഴ ഡാം എന്ന് പറയുന്നത് ഗൈസ്. ഇത് നല്ലൊരു വ്യൂ ആണ് ഗൈസ്. നമ്മൾ ഞാൻ സൂം ചെയ്ത് കാണിച്ച് തരുന്നതിന് അത്രയും ക്ലിയർ ആവില്ല. ഇതാണ് ഒരു തരം ഡാം അല്ലേ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ. എന്താ അല്ലേ ആ കാണുന്നത് ഇതിൻ്റെ പുഴയാട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതതിൻ്റെ പുഴയായിട്ട് വരും. ഇതാണ് നമ്മുടെ ഡാം തുറന്നതിനാൽ വെള്ളം പോകുന്ന ഒരു ഏരിയ. വെള്ളം പോകുന്ന നമ്മുടെ അത്രയും വെള്ളത്തിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗമൊക്കെ ചിലപ്പം കാരണം അത്രയ്ക്ക് ആ വെള്ളം അവിടെ നിൽക്കണേൽ ഒരു അർത്ഥമില്ല എന്നാണേക്കും. പക്ഷെ ആ
നാളേക്ക് ഇവിടെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും, എനിക്കറിയാൻ പാടില്ല, ഞാൻ ചർച്ച ചെയ്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോ, കമൻറ്റും ചെയ്തോ. എവിടെയാണെങ്കിൽ ചോദിച്ചാൽ കമൻറ്റ് ചെയ്തോ. യൂട്യൂബിലാണെങ്കിൽ, ഫേസ്ബുക്കിലാണെങ്കിൽ, വാട്സപ്പിലാണെങ്കിൽ, ഇൻസ്റ്റയിലാണെങ്കിൽ, എവിടെയാണെങ്കിലും എല്ലാത്തിൻ്റെ ഇത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. വാട്സപ്പിൻ്റെ ഇത് എനിക്കില്ല, അത് വേറെ കാര്യം, ഞാൻ അതിൽ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യൂ ആണിതാ, ഈ ഒരു കാണുന്ന ഈ മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമായിട്ടുള്ള ഒരു മൗണ്ടൻ ഏരിയ. ഞാനിനി ഇതാണ് അതിൻ്റെ ഏരിയ. അടിപൊളി ഗൈസ്, നല്ല കാറ്റുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഇവിടെ നിൽക്കാം. മലമ്പുഴ, അതായത് ഇത് പാലക്കാട് കഴിഞ്ഞിട്ട് നമ്മുടെ വടക്കഞ്ചേരി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മലമ്പുഴ ഡാം. ഈ ഡാം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഞാൻ കാണിച്ചു തന്ന ഈ ഒരു ലെവലുള്ള വെള്ളം നിൽക്കുന്നത് ഇവിടൊക്കെ ഒരു ഷട്ടർ തുറന്നിട്ട് ആ വെള്ളം കൊണ്ടേ ഇപ്പം ഞാൻ എൻ്റെ 360 ഡിഗ്രി നോക്കുകയാണ്. ഇതുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഗൈസ് 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ ഇതൊക്കെ കാണാൻ, ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പിന്നെ അവിടെയൊക്കെ റോപ്പിംഗ് ഇതുണ്ട്, റോപ്പ് ചെയ്തുള്ള ഇത് അതൊക്കെ കഴിയുമ്പോൾ. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു മാരേജ് വന്നിട്ടുണ്ട്, അപ്പോൾ ആ മാരേജിനും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് നാളെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഇവിടെ വന്നിട്ട് നടക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നതാണ് ഗൈസ്. ഏതായാലും സൂപ്പർ എക്സൈറ്റിങ് അല്ലേ ഗൈസ്? നമ്മുടെ ലൈറ്റിംഗ് ഇതാണ് കാണുന്നത്. അവിടെ ഒരു ലൈറ്റിംഗ്, പിന്നെ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ. അത്രയും ക്ലിയർ ഒന്നല്ല, എടുത്തെടുത്ത് തന്നെ കാണിക്കേണ്ടി വരും. അപ്പോൾ എല്ലായിടത്തും കാണാം അല്ലേ? ഇതാണ് ഇവിടുത്തെ ഇത് ലൈറ്റിംഗ്. നമുക്കപ്പോൾ നേരെ കാണുന്ന ആ ഒരു വഴി കൂടെ നമ്മൾ നേരെ ആ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിലേക്ക് പോവാം ഗൈസ്. നമ്മളിപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ് ഗൈസ്. ഇതുവരെ പിടി കിട്ടി. നേരെ നമ്മൾ എടുത്തിട്ടേ ലെഫ്റ്റ് എടുക്കുക. അപ്പം നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് പിടിക്കാം. നേരെ എടുത്താൽ മതി, ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പം ഗൈസ് നമ്മളിപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഒരു ചായക്ക്, അപ്പം നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം ഇവിടെ ചായ ഇല്ലെന്നാണ് പറയണ ഗൈസ്. അപ്പം ഗൈസ് ഇതാണ് ഡാം തുറക്കുന്ന ഒരു ഷട്ടറിൻ്റെ ഭാഗം. ഇപ്പം ഷട്ടറെല്ലാം അടച്ചിട്ടേക്കാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ നടക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ അമ്മ, ഇത് വീഴൂന്നല്ലോ അല്ലേ? ഇത് വീഴാത്ത ഒരു കുലുങ്ങണ്ടിട്ടാ. പക്ഷെ അത് സൂക്ഷിച്ചു വരണേ. എനിക്ക് വെയിറ്റില്ല, ഡോണ്ട് വറി. അപ്പം ഇതാണ് അപ്പൊ ഗൈസ് ഇവിടെ ഫൈറ്റ് കൂടി. അപ്പൊ ആ ഫൈറ്റ് കൂടിയതിൻ്റെ ഇടയിൽ ഞാൻ വന്നു. അതൊക്കെ കഴിഞ്ഞത് ഇതാണ് നമ്മുടെ അയ്യടാ, ഇത്രയ്ക്കും ഫോക്കസ് ആയിപ്പോയി. ആ ഫൈറ്റിൻ്റെ ഇടയിൽ കൂടെ വരണ്ടേ എൻ്റെ അമ്മ.
ഏതൊരു ബാലൻസൊക്കെ തെറ്റിയിട്ടാണല്ലോ ഇതൊക്കെ നടക്കണേ. ഇതാണ് ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഒരു ക്ലോസ്ഡാണ്. ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ടം ചാടിയ ഡൈവായിട്ടാ. അറിയാൻ പാടില്ലാട്ട് ഇതൊക്കെ ഒറ്റ ചാട്ടം ചാടണ്ടായിട്ടോ നിങ്ങളാരും. ഞാൻ കണ്ടിട്ടും കൂടിയില്ലേ. നമുക്കിനി മുമ്പോട്ട് പോയിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം കാണാം. അപ്പം ഞാൻ കുറച്ച് കണ്ണടകളൊക്കെ വെച്ചുള്ള ഒരു ദൃശ്യമൊക്കെ എടുക്കും. ഇതാണ് ഇത്. എൻ്റെ അമ്മ ഇതും ചെറുതായിട്ട് ഇത് ആവണ്ട് ഗൈസ്. അതാണ് നമ്മുടെ പാലം കേട്ടോ, വണ്ടികൾ പോണ പാലം. നമ്മുടെ ആദ്യത്തെ ഒരു ബ്രിഡ്ജാണിത്. കാണാൻ പറ്റുമോ ഗൈസ് അറിയില്ല, എന്നാലും ഒരു ആ ലൈറ്റ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ നമ്മളിനി എക്സിറ്റാണ് പോകുന്നത്. അപ്പോൾ ആ എക്സിറ്റിലേക്ക് നമ്മൾ 2-3 കണ്ണടയൊക്കെ മേടിക്കുമെന്ന് തോന്നണം, അറിയില്ല. എന്തായാലും കുറച്ച് ഫാഷനൊക്കെ ആവും. 2 കണ്ണടയൊക്കെ വെച്ചിട്ട് എൻ്റെ അമ്മ എന്താ ഹോൺ. അപ്പോൾ അവിടെ ഒരു ആളിരിക്കണ കാണാൻ പറ്റും അല്ലേ? ആ അറിയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കെന്നെ സംശയമുണ്ട്. എന്താ ലൈറ്റ് അല്ലേ? എന്താ ഒറ്റ ചാട്ടൻ ചാടിയല്ലേ പോയി കഥ. ഇതേ നമ്മൾ പെട്ട് പോകണ മാതിരി പോവും. ഒരു 1-ാം തരം പോക്കായിരിക്കും പോകണം വെള്ളത്തിൽ. ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന്.